ശരിക്കും പഴയ സ്കൂളിലേക്ക് വന്നൊരു പ്രതീതിയാണ്. എൻ്റെ സ്കൂളാണിത്, ഞാൻ പഠിച്ച സ്കൂളാണ്. പണ്ട് എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു മണക്കാട് സ്കൂളിൽ പഠിക്കുന്നു എന്ന് പറയാൻ. ശരിക്കും ഇതിൻ്റെ പേര് കാർത്തിക തിരുനാളാണ്. നമ്മുടെ പിള്ളേർക്ക് എന്തൊക്കെയാണ് ഇവിടെ 2 വർഷത്തെ ഗ്യാപ്പിന് ശേഷം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എന്നാലും നമുക്ക് നോക്കാം. അയ്യോ ഇവിടെ പഠിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നുകയാണ് കേട്ടോ. ശരിക്കും എന്ത് രസമാണ് നോക്കിയേ. മൊത്തത്തില് കിങ്ങിണി പൂങ്കാവനം ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. ശരിക്കും ഹൈലൈറ്റ് ഈ ബസ്സിൻ്റെയാണ്. ഒരുപാട് പേര് ഇവിടെ നമുക്ക് ഇത് കിങ്ങിണി പൂങ്കാവനം അല്ലേ, അങ്ങനെ തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. അവിടെ നോക്കിയേ. കാണണമെന്ന് പല വട്ടം തീരുമാനിച്ചാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞുണ്ടോ ഇവിടെ? കാണണമെന്ന് വിചാരിച്ചതാണ്. കാരണം എനിക്ക് നിങ്ങളുടെ RCCയിലെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യണത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എപ്പോഴും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കും. ചേച്ചി വന്നാൽ മതി കേട്ടോ. കാരണം എൻ്റെ മോളും RCCയിലെ ട്രീറ്റ്മെന്റിലാണ്. അതുകൊണ്ട് എനിക്കത് വല്ലാത്തൊരു ഇതാണ്. അതുകൊണ്ട് എനിക്കത് നിങ്ങൾ തൈറോയിഡിന്റെ ആണ്. ഇപ്പൊ പ്രശ്നമില്ല, എന്നാലും വന്നതാണല്ലോ. കഴിഞ്ഞു കഴിഞ്ഞാലേ നമ്മള് ആ ഫേസും കടന്നു പോകണമല്ലോ. അങ്ങനെ ചിന്തിച്ചാൽ മതി. ഒരു ദിവസം 2 പേരും കൊണ്ട് വായോ. വരാം. കാരണം ഇപ്പൊ എന്റെ മൂത്ത മോള് വരാം, ഞാൻ കാണിച്ചു. ശരി, എന്തായാലും വരട്ടെ. ഞാൻ അപ്പോഴേക്ക് ഇതൊന്ന് കാണിച്ചു തരും. ഞാൻ ഈ സ്കൂളിൽ പഠിച്ച ആളാട്ടോ. +2 ഞാൻ ഇവിടെയാണ് ചെയ്തത്. അപ്പൊ നമുക്ക് മാമിൽ നിന്ന് തുടങ്ങാം. മാമിന്റെ പേര് വിനിത. അപ്പോൾ ശരിക്കും ഒരു 2 വർഷം, വലിയൊരു വർഷം നമ്മൾ പിള്ളേരെ വീട്ടിലിരുന്ന് പഠിപ്പിച്ച് നോക്കി. അത് കഴിഞ്ഞ് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക്, അതായത് സ്കൂളെന്ന് പറയുന്നത് നിങ്ങളുടെ വീടാണല്ലോ, അവിടേക്ക് മക്കൾ വരുമ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെന്റ് എന്താണ് സന്തോഷം? കുട്ടികളെയും പേരൻസിനെയും പോലെ തന്നെ ഞങ്ങൾ അധ്യാപകർക്കും വലിയ എക്സൈറ്റ്മെൻറ്റിലാണ്. ഒരു മുഴുനീള അധ്യയന വർഷമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. അപ്പോൾ അവരെ ഒന്ന് വരവേൽക്കാനും അവരെ സന്തോഷിപ്പിക്കാനും വേണ്ടി ഞങ്ങൾ ഒരാഴ്ച നീളുന്ന ഒരു പ്രോഗ്രാമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ ഈ അധ്യയന വർഷത്തിലെ നമ്മുടെ ഒരു പുതിയ സംരംഭമാണ് ഈ പാട്ടുവണ്ടി. ഓരോ വർഷവും നമ്മൾ കുഞ്ഞുങ്ങൾക്കും രക്ഷകർത്താക്കൾക്കും വേണ്ടി ഓരോ സർപ്രൈസ് കൊടുക്കാറുണ്ട്. അല്ല, ശരിക്കും ഈ വണ്ടി ഇത്തവണത്തെ ഹൈലൈറ്റ് ആണല്ലോ പിള്ളേർക്ക്. പക്ഷെ പിള്ളേര് വീട്ടിലിരുന്ന് 2 വർഷം അവരുടെ മനസ്സൊക്കെ അങ്ങ് വല്ലാതായി കാണും. ഇവർക്ക് സ്കൂൾ എന്താണെന്ന് അറിയാത്ത മക്കളുണ്ടാവും. 1ാം ക്ലാസ്സിൻ്റെ പ്രവേശനോത്സവം മിസ്സായി പോയ മക്കളുണ്ടാവും. അപ്പോൾ അവർക്ക് സ്കൂളിലേക്ക് ഈ 2 വർഷം കഴിഞ്ഞ് വരുമ്പോൾ എന്താണ് ടീച്ചർമാർ സ്വയം പ്രിപ്പയർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടീച്ചേഴ്സ് എല്ലാം വെൽ പ്രിപ്പയർഡ് ആണ് ഇവിടെ. അപ്പോൾ ഇവിടെ ഞങ്ങൾ ടീച്ചർ പറഞ്ഞതുപോലെ ഒരാഴ്ച കൊണ്ട് ഇതിൻ്റെ പിന്നിലാണ്. കുട്ടികളുടെ അടുത്ത് പുതിയ കോവിഡിൻ്റെ മാറ്റം നമുക്ക് അവരുടെ അടുത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നല്ല രീതിയിൽ കരുതലോടെ അവർക്ക് മാക്സിമം കരുതലും സ്നേഹവും നൽകി അവരെ സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എല്ലാ അധ്യാപകരും. തുടക്കത്തിൽ പഠിപ്പിക്കാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടോ നിങ്ങൾക്ക്? തുടക്കത്തിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാഴ്ച കളിയും ചിരിയുമായി നടക്കാം. അപ്പോൾ ഇതിൽ നഷ്ടപ്പെട്ട വിദ്യാലയ അന്തരീക്ഷം അതിന്റെ എല്ലാ പ്രവൃത്തിയോടും കൂടി അവർക്ക് നൽകുക, അതാണ് ഉദ്ദേശം. നിങ്ങൾ എന്തായാലും പിള്ളേർ വരുമ്പോഴത്തേക്ക് പാട്ട് പാടി കൊടുക്കുമെന്ന് എനിക്കറിയാം അല്ലേ? പ്രവേശനോത്സവതാളം കൊട്ടി പുതുമഴ വീണ്ടും അണയുന്നേ. കളിചിരിയോടെ സ്വാഗതമോദാൻ ചിറ്റയൊരുങ്ങുന്നു കൂട്ടുകാരെ. തുറക്കാമൊന്നായി കളിച്ചിരി മേളമൊരുക്കിയിടാം. കഥകളിലേറി കാറ്റായി പാറാം, കടലിൻ തിര പോൽ നീന്തിയിടാം.
എന്തുകൊണ്ടാകശപ്പൂ മുടിയേറിടണം ആവർണ കാഴ്ചകൾ എന്തുകൊണ്ടായിരം ചോദ്യങ്ങളായിടണം രയ്യരയ്യം തകരയ്യരയ്യം തകരയ്യരയ്യരയ്യരയ്യം രയ്യരയ്യം തകരയ്യരയ്യം തകരയ്യരയ്യരയ്യരയ്യം തന്താനേ താനേ തക തന്താനം താനാ തന്താനേ താനേ തക തന്താനം താനാ കുഞ്ഞിച്ചിരികൾ മുഴങ്ങും ഈ പാതയിൽ സ്നേഹചരിതം പുലരാനായി ഒരു നവലോകം ഇന്നൊന്നിച്ചുയർത്തിടാം കൈകോർത്തു പോരുവിൻ കൂട്ടുകാരെ രയ്യരയ്യം തകരയ്യരയ്യം തകരയ്യരയ്യരയ്യരയ്യം രയ്യരയ്യം തകരയ്യരയ്യം തകരയ്യരയ്യരയ്യരയ്യം തന്താനേ താനേ തക തന്താനം താനാ 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 തക തന്താനം താനാ തക തന്താനം താനാ എന്റെ അമ്മോ എന്തൊരു പവറാ ഇത്. ഒരു രക്ഷയില്ല. കൈയുടെ നിങ്ങൾക്ക് തന്നെ കൊടുക്കട്ടോ. ഒരു രക്ഷയില്ല. ഹാറ്റ്സ് ഓഫ്. ഒരു രക്ഷയില്ല. നമ്മുടെ മക്കളൊക്കെ എത്രത്തോളം ഹാപ്പി ആയിരിക്കും എന്നുള്ളത് നിങ്ങളുടെ മുഖത്തുണ്ട്. അത്രയും ഹാപ്പി ആയിട്ടായിരിക്കും ഈ പാരൻസ് ഇവിടെ നിന്ന് പോകുന്നത്. ഇതൊരു തുടക്കമാവട്ടെ. കോവിഡിന്റെ മഹാമാരി മാറിയ ശേഷം നമ്മുടെ മക്കൾക്ക് വേണ്ടി അവരുടെ രണ്ടാമമ്മമാരായിട്ട് അല്ലെങ്കിൽ ടീച്ചർ അമ്മമാരായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു റോള് എത്രത്തോളം ഹാപ്പി ആക്കും, അടിപൊളിയാക്കും എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും, ഇപ്പൊ കണ്ടോണ്ട് നിൽക്കുന്ന ഓരോരുത്തർക്കും തന്നെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. എനിവേ താങ്ക് യു. ഹൃദയം കൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശംസകൾ നേരുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് റിക്സൽ. താങ്ക് യു. നമ്മള് ക്ലാസ് റൂമുകളിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു ആ ഒരു കാലമൊക്കെ അങ്ങ് മാറട്ടെ അല്ലേ. നമ്മുടെ പിള്ളേർക്ക് പഠിക്കാൻ ഒരു ഇഷ്ടം തോന്നട്ടെ, പുസ്തകങ്ങളോടൊരു ഇഷ്ടം തോന്നട്ടെ, എൻവയോൺമെന്റിനോട്, നമ്മുടെ പരിസ്ഥിതിയോടൊരു ഇഷ്ടം തോന്നട്ടെ. ശരിക്കും കട്ടപ്പുറത്ത് കയറേണ്ടിയിരുന്ന അല്ലെങ്കിൽ പീസായിട്ട് മാറേണ്ടിയിരുന്ന ഈ ആനവണ്ടിയെ ഇന്നിപ്പോ ഒരു ക്ലാസ് റൂമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ളത് എത്രത്തോളം സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കുട്ടികളുടെ ആംഗിളിൽ വേണം നിങ്ങൾ കാണാൻ. ഇതിൽ പാർട്ടിയില്ല, രാഷ്ട്രീയമില്ല, ഒരു തരത്തിലുള്ള അടികളും വേണ്ട, പോരുകളും വേണ്ട എന്ന് ആക്ച്വലി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മക്കളുടെ, അതായത് കുഞ്ഞു വാവകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കണ്ടാൽ നിങ്ങളങ്ങ് എൻജോയ് ചെയ്യും. ഇനി അകത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. വാവയ്ക്ക് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടോ? എന്താണിത്? ഇത് ഏതാ? ഇത് എന്താന്ന് പറഞ്ഞ? ഇതെന്താ? ബസ്. ഈ ബസ് കയറിയിട്ടുണ്ടോ? രണ്ടുള്ള ബസ് കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ട്. എന്താ പേര് വാവയുടെ? ഏത് ക്ലാസ്സിലാ? LKG ആണോ? സ്റ്റാൻഡേർഡ് ഒക്കെ അറിയോ? ഞാൻ വിചാരിച്ചു LKG UKG ആരാ പഠിച്ചത്? ഉമ്മച്ചിയാണോ? അതാ ക്ലാസ്സിലിരുന്ന് പഠിക്കാനാണോ ഇഷ്ടം? ഇനി ഈ വണ്ടിയിലിരുന്ന് പഠിക്കാനാണോ ഇഷ്ടം? ഏതാ ഇഷ്ടം? ഇതാണോ ഇരുന്ന് പഠിക്കാൻ ഇഷ്ടം? നമുക്ക് ടീച്ചറോട് പറയാം ഇവിടെ ഇരുന്ന് തന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ ടാറ്റ. താങ്ക് യു. നമുക്ക് നോക്കാം. അകത്ത് ഒരു വാവയുണ്ട്. അകത്ത് അവൻ ബസ്സിൽ കയറി നിന്നിട്ട് എങ്ങനെയുണ്ട് ബസ്? കൊള്ളാമോ? ഇവിടെ ഇരുന്ന് പഠിക്കണോ അല്ലേ കളിക്കണോ? ഇതെന്താ അറിയില്ല. പറഞ്ഞു തന്നില്ലേ അമ്മ? ബച്ചാണോ ഇത്? കൊള്ളാമോ ബച്ച്? ആ കസേരയിൽ കയറിയിരുന്നേ. നോക്കട്ടെ, ആ കസേരയിൽ കയറിയിരുന്നേ. വാ വാ, നമുക്ക് ഇരിക്കാം. വാ 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 വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. വാ, ഓടി വാ, ഓടി വാ, വാ, ഇവിടെ ഇരിക്കാം. ഇരുന്നൂടെ? എന്താന്ന്? ആ ഉമ്മച്ചി വരും, ഉമ്മച്ചി വരും. കറിയിക്കണ്ട, ഇതിനകത്ത് ചിരിക്കാൻ കയറ്റിയതാണ്. ആണോ? എങ്ങനെയുണ്ട്? കൊള്ളാമോ?
ശരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മണക്കാട് സ്കൂളിൽ 40ഓളം വരുന്ന തൊഴിലാളികൾ ചെയ്തിരിക്കുന്നു. ഒരാഴ്ച നീണ്ടുന്ന അവരുടെ പരിശ്രമമുണ്ട്. ഒരു ബസ്സിനെ ഇങ്ങനെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമില്ല കേട്ടോ. പിന്നെ ഈ വർഷം വരുന്ന കുട്ടികളിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മാനസികമായിട്ട് അവർ എത്രത്തോളം ഒരു അവസ്ഥയിലൂടെയാണെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കോമൺ മാനും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം വീട്ടിലാണ് 1ാം ക്ലാസ്സിൽ കയറേണ്ട പിള്ളേർക്കൊന്നും കഴിഞ്ഞാൽ കയറാൻ പറ്റിയിട്ടില്ല, ചിലപ്പോൾ UKG കയറാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവരിപ്പോൾ പുതിയ ഒരു കാൽച്ചുവടാണ് എന്ന് പറയാം. അപ്പോൾ ഈ പഠന വണ്ടി പിള്ളേർക്ക് രസകരമായിട്ടുള്ളൊരു വണ്ടിയായിട്ട് മാറട്ടെ. എനിക്കൊന്നും അപ്പുറത്തൊരു വണ്ടി കിടപ്പുണ്ട്, അതും ഇനി കട്ടപ്പുറത്ത് കയറാതെ ഇതുപോലെയൊക്കെ ആക്കി തീർക്കും. ഇതിലത്തെ സീറ്റൊക്കെ അതിനകത്താണ് എടുത്തിട്ടിരിക്കുന്നത്. പക്ഷെ ഗംഭീര ആശയം അല്ലേ, ഇത് ആര് തന്നെ ചെയ്താലും ശരി, ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും, ഈ സ്കൂൾ അധികൃതരാവട്ടെ ആരും ആവട്ടെ, ഇതിനു വേണ്ടിയിട്ട് പരിശ്രമം നടത്തിയ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ പേരിൽ ബിഗ് സല്യൂട്ട് നേരെയാണ്. എന്ത് രസം നോക്കിയേ, നമ്മുടെ ഒരു സ്കൂൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ മനസ്സിലെന്താണ്, കുറേ ബെഞ്ച് ഡെസ്ക് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതൊന്നുമല്ല, ചുമ്മാ നമുക്ക് സംസാരിക്കാതെ കാഴ്ചകൾ കാണാം. പിള്ളേർ എത്രത്തോളം എക്സൈറ്റഡ് ആണോ നോക്കാം കേട്ടോ. ഇതാണ് പഠന വണ്ടി. നമ്മൾ ക്ലാസ് റൂമുകളിൽ ഇരുന്ന് പഠിക്കുന്ന ഒരു ആ ഒരു കാലമൊക്കെ അങ്ങ് മാറട്ടെ അല്ലേ. നമ്മുടെ പിള്ളേർക്ക് പഠിക്കാനൊരു ഇഷ്ടം തോന്നട്ടെ, പുസ്തകങ്ങളോടൊരു ഇഷ്ടം തോന്നട്ടെ, എൻവയോൺമെന്റിനോട്, നമ്മുടെ പരിസ്ഥിതിയോടൊരു ഇഷ്ടം തോന്നട്ടെ. ശരിക്കും കട്ടപ്പുറത്ത് കയറേണ്ടിയിരുന്ന അല്ലെങ്കിൽ പീസായിട്ട് മാറേണ്ടിയിരുന്ന ഈ ആനവണ്ടിയെ ഇന്നിപ്പോൾ ഒരു ക്ലാസ് റൂമാക്കി മാറ്റിയിരിക്കുകയാണ് എന്നുള്ളത് എത്രത്തോളം സന്തോഷമുള്ളൊരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് കുട്ടികളുടെ ആംഗിളിൽ വേണം നിങ്ങൾ കാണാൻ. ഇതിൽ പാർട്ടിയില്ല, രാഷ്ട്രീയമില്ല, ഒരു തരത്തിലുള്ള അടികളും വേണ്ട, പോരുകളും വേണ്ട എന്ന് ആക്ച്വലി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മക്കളുടെ, അതായത് കുഞ്ഞു വാവകളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് കണ്ടാൽ നിങ്ങളങ്ങ് എൻജോയ് ചെയ്യും. ഇനി അകത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം. വാവയ്ക്ക് ഇഷ്ടമായോ? ഇഷ്ടപ്പെട്ടോ? എന്താണിത്? ഇതെന്ന് പറഞ്ഞ ഇതെന്താ? ബസ്. ഈ ബസ് കയറിയിട്ടുണ്ടോ? രണ്ടുള്ള ബസ് കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ട്. എന്താ പേര് വാവയുടെ? ഏത് ക്ലാസ്സിലാ? LKG ആണോ? സ്റ്റാൻഡേർഡ് കയറിയോ? ഞാൻ വിചാരിച്ചു LKG UKG അല്ലായിരുന്നു. ആരാ പഠിച്ചത്? ഉമ്മച്ചിയാണോ? അതാ ക്ലാസ്സിലിരുന്ന് പഠിക്കാനാണോ ഇഷ്ടം, ഇനി ഈ വണ്ടിയിലിരുന്ന് പഠിക്കാനാണോ ഇഷ്ടം? ഏതാ ഇഷ്ടം? ഇതാണോ ഇരുന്ന് പഠിക്കാൻ ഇഷ്ടം? നമുക്ക് ടീച്ചറോട് പറയാം, ഇവിടെ ഇരുന്ന് എന്നെ പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പം ടാറ്റ. താങ്ക് യു. നമുക്ക് നോക്കാം. അകത്ത് ഒരു വാവയുണ്ട്. അകത്ത് അവൻ ബസ്സിൽ കയറി നിന്നിട്ട്, എങ്ങനെയുണ്ട് ബസ്, കൊള്ളാമോ? ഇവിടെ ഇരുന്ന് പഠിക്കണോ അല്ലേ കളിക്കണോ? ഇതെന്താ അറിയില്ല അല്ല. ഇതാണ് നമ്മുടെ ശരിക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മണക്കാട് സ്കൂളിൽ 40ഓളം വരുന്ന തൊഴിലാളികൾ ചെയ്തിരിക്കുന്നു. ഒരാഴ്ച നീണ്ടുന്ന അവരുടെ പരിശ്രമമുണ്ട്. ഒരു ബസ്സിനെ ഇങ്ങനെ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമില്ല കേട്ടോ. പിന്നെ ഈ വർഷം വരുന്ന കുട്ടികളിൽ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, മാനസികമായിട്ട് അവർ എത്രത്തോളം ഒരു അവസ്ഥയിലൂടെയാണെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് എല്ലാ ടീച്ചേഴ്സിനും എല്ലാ കോമൺ മാനും മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം വീട്ടിലാണ് 1ാം ക്ലാസ്സിൽ കയറേണ്ട പിള്ളേർക്കൊന്നും കഴിഞ്ഞാൽ കയറാൻ പറ്റിയിട്ടില്ല, ചിലപ്പോൾ UKG കയറാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവരിപ്പോൾ പുതിയ ഒരു കാൽച്ചുവടാണ് എന്ന് പറയാം. അപ്പോൾ ഈ പഠന വണ്ടി പിള്ളേർക്ക് രസകരമായിട്ടുള്ളൊരു വണ്ടിയായിട്ട് മാറട്ടെ. എനിക്കൊന്നും അപ്പുറത്തൊരു വണ്ടി കിടപ്പുണ്ട്, അതും ഇനി കട്ടപ്പുറത്ത് കയറാതെ ഇതുപോലെയൊക്കെ ആക്കി തീർക്കും. ഇതിലത്തെ സീറ്റൊക്കെ അതിനകത്താണ് എടുത്തിട്ടിരിക്കുന്നത്. പക്ഷെ ഗംഭീര ആശയം അല്ലേ, ഇത് ആര് തന്നെ ചെയ്താലും ശരി, ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും, ഈ സ്കൂൾ അധികൃതരാവട്ടെ ആരും ആവട്ടെ, ഇതിനു വേണ്ടിയിട്ട് പരിശ്രമം നടത്തിയ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ പേരിൽ ബിഗ് സല്യൂട്ട് നേരെയാണ്. എന്ത് രസം നോക്കിയേ, നമ്മുടെ ഒരു സ്കൂൾ എങ്ങനെയായിരിക്കണം, നമ്മുടെ മനസ്സിലെന്താണ്, കുറേ ബെഞ്ച് ഡെസ്ക് കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതൊന്നുമല്ല, ചുമ്മാ നമുക്ക് സംസാരിക്കാതെ കാഴ്ചകൾ കാണാം. പിള്ളേരെ എത്രത്തോളം എക്സൈറ്റഡ് ആണോ നോക്കാം കേട്ടോ.
നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ പ്രവേശനോത്സവത്തിൽ പരിപാടി കൂടെ ഉണ്ടല്ലോ. ഇത് മാത്രമല്ലല്ലോ ഹൈലൈറ്റ്. അവിടെ മക്കളെല്ലാം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലെ മക്കളെല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. അവരെ ഒന്ന് നമുക്ക് കാണാം.
2022 പ്രവേശനോത്സവം ഗംഭീരമായിട്ട് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പിള്ളേരൊക്കെ ഹാപ്പിയാണ്, ഒരു രക്ഷയില്ല. അവരുടെ ഹാപ്പിനെസ്സിന് കാരണം ഈ കാണുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള സ്കൂൾ അന്തരീക്ഷമാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഓരോ അധികാരികളെയും ടീച്ചേഴ്സിനെയും ഹാർഡ് വർക്ക് ചെയ്ത് എല്ലാവരെയും ഹൃദയം കൊണ്ട് അഭിനന്ദിക്കുകയാണ്. കാരണം പിള്ളേർക്ക് ഇനി അങ്ങോട്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഗംഭീരമായിട്ടുള്ളൊരു വർഷങ്ങൾ ആവട്ടെ മുന്നോട്ട്. കാരണം 2 വർഷങ്ങളായി അവർ ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട്. കുറേ മക്കൾ സഫർ ചെയ്തിട്ടുണ്ട്, കുറേ പേരൊക്കെ എൻജോയ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ചിരിച്ചു കാണുന്ന ഈ മുഖങ്ങളുടെയൊക്കെ ഒരേ ഒരു ഉത്തരം എന്ന് പറയുന്നത് അവർക്ക് സന്തോഷമാണ്. അവർക്ക് പുതിയ സ്കൂൾ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒരുപാട് അവർ എൻജോയ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാ വിധത്തിലുള്ള ആശംസകളും എൻ്റെ എല്ലാ കുഞ്ഞി കുരുന്നുകൾക്കും നേരെയാണ്. തൽക്കാലത്തേക്ക് സുമി ബായ് പറയുന്നു. അപ്പോൾ ഓൾവേസ് ഞാൻ പറയുന്ന പോലെ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ കുഷ്. ഓൾവേസ് കീപ് സ്മൈലിംഗ് ആൻഡ് കീപ് ലിസണിംഗ് 92.7 Big FM. ടേക്ക് കെയർ ആൻഡ് ബൈ.